തമിഴ്നാട്ടിൽ ധ്യാൻ ശ്രീനിവാസനെതിരെ വ്യാപക ട്രോളുകൾ. CM വിജയിയെയും നടി തൃഷയെയും ധ്യാൻ അപമാനിച്ചെന്നാണ് ട്രോളുകൾ. താൻ CM ആകുമ്പോൾ നവ്യ നായർ സാരി ഉടുത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ. ഇതാണ് തമിഴ്നാട്ടിൽ വ്യാപകമായ ഓൺലൈൻ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോഡിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് ഉണ്ടാവും. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ ഈ പ്രസംഗം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ വിമർശനം, വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തരല്ല കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ, വേണ്ട വേണ്ട നിന്നോട് 100 വട്ടം പറഞ്ഞു സാറേ, 1 വട്ടം പറഞ്ഞു. மலையாள நடிகரின் பேச்சுக்கு விஜய் ரசிகர்கள் கடும் எதிர்ப்பு. അണ്ണാവെ പറ്റി പറഞ്ഞ തമാശ രൂപേണ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഗതി ഇപ്പൊ എന്താ അറിയോ, ഒരു പിടുത്തമുട്ട കളിയായി പോയി. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. അവരുടെ മുഖ്യമന്ത്രിയായ വിജയിയെയും നടി തൃഷയെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു ധ്യാന്റെ വാക്കുകൾ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. കാരണം ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അതുകൊണ്ട് എന്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ. ധ്യാൻ ശ്രീനിവാസ, നിന്റെ കാല് ഞങ്ങള് തല്ലിയൊടിക്കും എന്നാണ് വിജയ് ഫാൻസ് നൽകിയിരിക്കുന്ന താക്കീത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. ചെന്നൈയിലൊന്നും ഈ അടുത്തൊന്നും പോകണ്ട, കിട്ടിക്കഴിഞ്ഞാ വെച്ച് സെഞ്ചിടുവേ. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. വിജയ് ചെയ്ത ചാരിറ്റിയൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നൊരു സാധനം തമാശ രൂപേണ അവിടെ പറഞ്ഞതാണ്. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. കഴിഞ്ഞ മാസം 10-ാം തീയതി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനെ ട്രോളാക്കിയാണ് ധ്യാൻ ശ്രീനിവാസന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അത് നേരെ വിപരീതമായി അതൊരു സറ്റൈറിക്കൽ രീതിയിലല്ല തമിഴ്നാട്ടിൽ എടുത്തിരിക്കുന്നത്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. വ്യാപകമായ വിമർശനങ്ങൾ ഈ ധ്യാൻ ശ്രീനിവാസനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പറയാൻ ഇയാൾ ആരാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ധ്യാനെതിരെ ട്രോളുകൾ മാത്രമല്ല അധിക്ഷേപ രീതിയിൽ വരെ കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ സറ്റൈറിക്കലായിട്ട് ധ്യാൻ സ്റ്റേജിൽ വെച്ച് പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു ഡയറക്റ്റ് അറ്റാക്ക് ആയിട്ട് തമിഴ്നാട് CM-ലേക്ക് തന്നെ മാറുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതിനെതിരെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. അയ്യോ, ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട, നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ എന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.